9 മാസത്തെ കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കുമൊടുവിൽ ഭൂമിയെ തൊട്ട് സുനിത വില്യംസും ബുച്ച് വിൽമോറും. ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പേടകം ഇറങ്ങിയത്. കടലിൽ കാത്തിരുന്ന നാസ സംഘം ബഹിരാകാശ യാത്രികരെ കരയിലെത്തിച്ചു. അറ്റ്ലാന്റിക് സമുദ്രം ശാന്തമായിരുന്നു. ലോകത്തിലെ മുഴുവൻ കണ്ണുകളും ആ മഹാസമുദ്രത്തിന്റെ ഓളപ്പരപ്പിന് മുകളിൽ. ഇന്ത്യൻ സമയം രാവിലെ 3:27 ആ അതിമനോഹര കാഴ്ച ലോകം കണ്ടു. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം നീലക്കടലിൽ പറന്നിറങ്ങി. നിമിഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 4:22 സുനിത വില്യംസ് പേടകത്തിന് പുറത്തേക്ക്. നിറഞ്ഞ ചിരി, ആത്മവിശ്വാസം. ആദ്യം പുറത്തിറങ്ങിയത് നിക് ഹേഗ്, പിന്നാലെ അലക്സാണ്ടർ ഗോർബനേവ്, മൂന്നാമതായി സുനിതയുടെ വരവ്, നാലാമൻ ബുച്ച് വിൽമോർ. ശാസ്ത്രലോകത്തിന് കാഴ്ചയുടെ വസന്തമൊരുക്കിയ ലാൻഡിംഗ് ആയിരുന്നു ഡ്രാഗൺ ക്രൂ 9-ന്റേത്. പറന്നിറങ്ങിയ പേടകത്തിന് ചുറ്റും കൂടിയ ഡോൾഫിനുകൾ സന്തോഷത്തിന്റെ ഓളം കൂട്ടി. അങ്ങനെ 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ നാസയുടെ ഇതിഹാസ ബഹിരാകാശ സഞ്ചാരികൾ തിരിച്ചെത്തി. ഇനി സുനിതയും ബുച്ച് വിൽമോറും ബഹിരാകാശവാസത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. റിസർച്ച് ഡെസ്ക് 24.